നമസ്കാരം. സിൽ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തടിയന്റെ നസീറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് പലയിടത്തും സ്ഫോടനത്തിന് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റിന്റെ ബാക്കി ചക്കരക്കല്ലിൽ വീട്ടുവളപ്പിൽ നിന്നും കണ്ടെടുത്തു. പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. വ്യാഴാഴ്ച തളിപ്പറമ്പ് സ്വദേശിയടക്കം 4 പേർ കൂടി കസ്റ്റഡിയിൽ. തന്നെ വധിക്കാൻ ശ്രമിച്ചത് തങ്ങളാണെന്ന തടിയന്റെ നസീറിന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ അന്വേഷണം നടത്തണമെന്ന് രാംദാസ് കതിരൂർ. PDPയെ നിരോധിക്കണമെന്നും രാംദാസ് കതിരൂർ. കുട്ടികളുടെ ആരോഗ്യവും മാനസികപരവുമായ ഉന്നമനം ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള വിദ്യാഭ്യാസ നയമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്ന് ആരോഗ്യ സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി PK ശ്രീമതി. വിദ്യാഭ്യാസ രംഗത്തെ സമൂലമായ മാറ്റം സർക്കാരിന്റെ ലക്ഷ്യമാണെന്നും മന്ത്രി. വിലക്കയറ്റത്തിനെതിരെ രാഷ്ട്രീയ ഭേദമന്യേ മഹിളാ സംഘടനകൾ പ്രക്ഷോഭരംഗത്ത്. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ കേന്ദ്ര ഓഫീസുകളിലേക്കും മഹിളാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ താലൂക്ക് ഓഫീസിലേക്കും മാർച്ചും ധർണയും. വിശദമായ വാർത്തകളിലേക്ക്. തടിയന്റെ നസീറിനെ ചോദ്യം ചെയ്തതിൽ നിന്നും കേരള പോലീസിന് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നസീറിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ണൂർ ചക്കരക്കല്ലിൽ നിന്നും സ്ഫോടനത്തിന് ഉപയോഗിക്കുന്ന അമോണിയം നൈട്രേറ്റ് പ്രത്യേക അന്വേഷണ സംഘം കണ്ടെടുത്തു. ചക്കരക്കല്ലിന് സമീപം മലയാളം കുന്നിലെ വീട്ടുവളപ്പിൽ കുഴിച്ചിട്ട നിലയിലാണ് അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തത്. ഡൽഹി, അഹമ്മദാബാദ്, ബാംഗ്ലൂർ, കോഴിക്കോട് എന്നിവിടങ്ങളിൽ നടന്ന സ്ഫോടനങ്ങൾക്ക് ഉപയോഗിച്ച അമോണിയം നൈട്രേറ്റിന്റെ ബാക്കിയാണ് ഇവിടെ നിന്നും പിടിച്ചെടുത്തിട്ടുള്ളത്. മണ്ണിൽ ലയിപ്പിച്ച നിലയിലാണ് ഇത് ഉണ്ടായിരുന്നത്. 2008 റംസാൻ കാലത്ത് 2 സ്ഫോടനം നടത്താൻ ശ്രമിച്ചിരുന്നു. നഗരത്തിലും സിറ്റിയിലും വെച്ച് സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തിരുന്നു. അതിനുമുമ്പ് സിറ്റിയിലെ കോഴിക്കടയിൽ വെച്ച് സ്ഫോടനവും ഉണ്ടായിരുന്നു. കൂടാതെ മറ്റു ചില സ്ഥലങ്ങളിൽ നിന്നും സ്ഫോടക വസ്തുക്കൾ കണ്ടെടുത്തു. നസീറിന്റെ മൊഴിപ്രകാരം ചക്കരക്കല്ലിലെ മലയാളം കുന്നിൽ നിന്നാണ് അമോണിയം നൈട്രേറ്റ് കണ്ടെടുത്തിട്ടുള്ളത്. നഗരത്തിലടക്കം സ്ഫോടനം നടത്തി ജനങ്ങളിൽ ഭീതിയുണ്ടാക്കുകയാണ് സംഘത്തിന്റെ ലക്ഷ്യമെന്ന് ചോദ്യം ചെയ്യലിൽ തെളിഞ്ഞിട്ടുണ്ട്. 5 ബാഗുകളിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ഇത്. SP അനൂപ് കുരുള ജോൺ, CI പ്രിൻസ് അബ്രഹാം എന്നിവരുടെ നേതൃത്വത്തിലാണ് പിടിച്ചെടുത്തത്. പിടിയിലായ അഫ്സലിന്റെ ഭാര്യയുടെ ബന്ധുവായ ഫൈറൂസിനെയായിരുന്നു ബാഗുകൾ ഏൽപ്പിച്ചിരുന്നത്. ഫൈറൂസ് ഗൾഫിലേക്ക് പോകുന്നതിന് മുമ്പ് ബാഗുകൾ സൂക്ഷിച്ച അമോണിയം നൈട്രേറ്റ് വീട്ടുവളപ്പിലെ തെങ്ങിൻ ചുവട്ടിൽ കുഴിച്ചുമൂടുകയായിരുന്നു. അഫ്സലിന്റെ നീക്കം എപ്പോഴും ദുരൂഹമായിരുന്നെന്ന് നാട്ടുകാർ പറഞ്ഞു. ചെറുപ്പക്കാരെ ബോധപൂർവം തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരികയും രാജ്യത്തിന്റെ ശത്രുക്കളായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ ശ്രമം വ്യാപകമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഒരു ഉദാഹരണം മാത്രം ഇത് നമ്മൾ ഇന്നലെ വരെ കണ്ടുവരിക. നാളെ ഒരു സുപ്രഭാതത്തിൽ ഇതിന്റെ എല്ലാം ഭാഗമായി വരുന്നതാണ് കാണുന്നത്. പിന്നെ ഈ NDF എന്ന് പറയുന്ന തീവ്രവാദ പ്രസ്ഥാനം അതിന്റെ ആളുകളെല്ലാം പലപ്പോഴും പ്രശ്നം ഉണ്ടാക്കുന്നതിന് വേണ്ടി ശ്രമം നടത്തിയിട്ടുണ്ട്. അതിനെല്ലാം അപ്പപ്പോ അതിന്റേതായ രീതിയിൽ ജനങ്ങളിലേക്ക് തുറന്നു കാണിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ അവരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ ശ്രമിക്കും. അതുകൊണ്ടാണ് ഈ തീവ്രവാദം അടിക്കടി നമ്മളെല്ലാം പ്രദേശത്തിനകത്ത് അത് ഞാനും അല്ലെങ്കിൽ വ്യത്യസ്തമായ മതങ്ങൾ സ്വൈര്യമായി സമാധാനമായി സൗഹൃദപരമായി നിൽക്കുന്ന ആ നാടിനകത്ത് ഇതുപോലുള്ള തീവ്രവാദം വരിക എന്ന് പറഞ്ഞാൽ പരസ്പര മനുഷ്യബന്ധത്തെ പോലും തകർക്കുന്ന രീതിയിലാണ് ഈ തീവ്രവാദങ്ങളെല്ലാം വരുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനം. ഡൽഹി തുടങ്ങിയ സ്ഥലങ്ങളിൽ സ്ഫോടനത്തിന് അമോണിയം നൈട്രേറ്റ് നൽകിയത് നസീറാണെന്ന് ചോദ്യം ചെയ്യലിൽ വെളിപ്പെട്ടിരുന്നു. തടിയന്റെ നസീറിന്റെ വെളിപ്പെടുത്തലിനെ തുടർന്ന് കണ്ണൂരിൽ നിന്നും 4 പേർ കൂടി പിടിയിലായി. തളിപ്പറമ്പ് പടപ്പേങ്ങാട്ടെ മുത്തലീബ് അടക്കം 4 പേരെ വ്യാഴാഴ്ചയാണ് കസ്റ്റഡിയിലെടുത്തത്. മദനിയുമായി തെറ്റിപ്പിരിഞ്ഞ രാംദാസ് കതിരൂരിനെ വധിക്കാനും പദ്ധതിയിട്ടിരുന്നുവെന്ന നസീറിന്റെ വെളിപ്പെടുത്തൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ തന്നെ നടുക്കിയിട്ടുണ്ട്. നസീറിനെ 5-ാം ദിവസവും ചോദ്യം ചെയ്യൽ തുടരുകയാണ്.